അപ്പോൾ ദേ ഞങ്ങളിവിടെ അടുത്ത ട്രിപ്പിനുള്ള ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ, സാധനങ്ങളൊക്കെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങളുടെ വോൾവോ ഞങ്ങൾ മിസ് ചെയ്യുന്നത്. ആദ്യക്കുട്ടൻ്റെ കുഞ്ഞു സ്റ്റൂൾ കയറ്റിയാ. ഇത് കുഞ്ഞു സ്റ്റൂളാണ് കേട്ടോ, കുട്ടികൾക്ക് ഫിഷ് ചെയ്യുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത്തവണ ഫിഷിങ്ങിന് പോണത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ 2-3 ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് യാത്ര തുടങ്ങുമ്പോൾ കാണാം. ഞങ്ങൾ കുറച്ച് വൈകുന്നേരമാണ് കേട്ടോ ഇറങ്ങുന്നത്. ഇപ്പോൾ സമയം 6 മണിയായി. ഞങ്ങളൊരു 6:30 ആകുമ്പോഴേക്കും ഇറങ്ങും. ആദ്യകൂട്ടം പോകണതിൻ്റെ ഉള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് വേറെ. കയറോ കയറ്റുന്നല്ലേ നമ്മൾ. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. കാരണം ഈ കാറിൻ്റെ ഉള്ളിൽ കൊള്ളില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മൾ ആയുധങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. ഫിഷിംഗ് റോഡിന്റെ ഫിഷിംഗ് സെറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു ക്യാമ്പിംഗ് അതും തിന്നേണ്ട സാധനങ്ങൾ മാത്രം ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ബാക്കി എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോണ വഴി കാണാം കേട്ടോ. ഹായ്. ഈ ഒരു സംഭവം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. റെയിൻബോടാ ഇത് മാറുമ്പോ കാണാം. ഇത് ഞങ്ങളുടെ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ട്രിപ്പിൽ വീഡിയോ എടുത്ത് ഒരു ഭാഗം പോലും എനിക്ക് കട്ട് ചെയ്ത് കളയാൻ എനിക്ക് തോന്നിയില്ല. കാരണം അത്രയും മനസ്സുകൊണ്ട് സന്തോഷിച്ച 2 ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു കാർ എടുത്തതിന് ശേഷം ഈവനിങ്ങിൽ യാത്ര ചെയ്യണത്. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇവിടുത്തെ ഈ പാടങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആകാശം കാണാൻ ഭയങ്കര അടിപൊളിയാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ കട്ട് ചെയ്യാനേ തോന്നുന്നില്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതൊരു നല്ല അനുഭവമായിരിക്കും തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ മാക്സിമം ഞാൻ കട്ട് ചെയ്തു. നല്ല പോർഷൻസൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ട്രിപ്പ് ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. പക്ഷേ അതിൽ ഒരു ഫാമിലിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അവർക്ക് വയ്യാതെ വന്നുകൊണ്ട്. അതർവൈസ് അവരുടെ ഒരു മിസ്സിങ് എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതർവൈസ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഇത് സോളാർ പാടാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഗോകുലിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇവിടെ ഡെയിലൈറ്റ് കിട്ടുന്ന സമയം വളരെ കുറവല്ലേ, എന്നിട്ടും അവരിത്രയും യൂസ് ചെയ്യുന്നുണ്ട് സോളാർ എനർജി. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചും കൂടി നന്നായി ഇത് ചെയ്തുകൂടെ എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. ലക്ഷ്മിയുടെ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് കേട്ടോ. അവിടെ എത്തി ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഗോകുലും അർജുനും രാഹുലും ഈ ക്യാമ്പിംഗ് സ്പോട്ടിലാണ് കേട്ടോ ഇന്നലെ കിടന്നുറങ്ങിയത്. ഉറങ്ങിയില്ല, അവർ ശരിക്കും ഈ പുഴയുടെ തീരെ തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ രാവിലെ കുട്ടികളൊക്കെ ആയിട്ട് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇവർക്ക് കൊടുത്ത് വിട്ട് ലഞ്ചും പ്രിപ്പയർ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങളെ കൊണ്ടുവരാൻ അവർ വന്നത് ഫിഷിംഗ് സ്പോട്ടിലേക്ക് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഫിഷിംഗ് പരിപാടി. ഈ ട്രോട്ട് ഫിഷ് ചെയ്യാൻ നമുക്ക് നല്ലോണം ക്ഷമ വേണം കേട്ടോ. ഇത് പെട്ടെന്നൊന്നും വന്ന് കൊത്തില്ല നമ്മുടെ ചൂണ്ടയിൽ, കുറേ സമയമെടുക്കും. അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പലരും പല സ്പോട്ടിലായിട്ട് പോയി ഫിഷ് ചെയ്യാണ്. ഈ സ്പോട്ട് കിട്ടാൻ, ഈ ഹട്ടുള്ള സ്പോട്ട് കിട്ടാനാണ് ഏറ്റവും പാട്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫിഷും കിട്ടുക.
ഇത് ഞങ്ങൾക്ക് 1-2 തവണ വന്ന് പരിചയമുള്ളത് കൊണ്ട് ഇവർ വെളുപ്പിന് എണീറ്റ് വന്ന് ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഈ സ്പോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അന്ന് 6 ഫിഷ് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. പഴയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒക്ടോബറിൽ ഞങ്ങൾ പോയ വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ എനിക്കിപ്പോഴാണ് ഒരു സാഹചര്യം വന്നത്. ഇതെനിക്ക് പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം അത് ഞങ്ങളുടെ ഭയങ്കര എന്നെ സംബന്ധിച്ചോളം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നത്. കാരണം അഞ്ചു നമ്മൾ ഇന്നലെ കാറിൽ വരുമ്പോ എന്താ വിളിച്ചോണ്ടിരുന്ന കേശു ചേട്ടൻ. ഇപ്പൊ കേശു എടാ നീ എന്താ അങ്ങനല്ല മീൻ പിടിക്കണത്. എടുത്തോ കൊണ്ടോട്ടെ വലുതാണോ? ഗ്രൂപ്പിലേക്ക് വന്നിട്ട് അതിവിടെ ചൂണ്ടമോളിക്ക് ഇല്ല ഒന്നുമില്ല എന്നെ കാണുന്നു. അതിവിടെ ചൂണ്ട വിട്. മരത്തിനടി മാറിക്കുക ചെറുത്തത് അങ്ങോട്ട് മാറി. അച്ചു വീഴല്ലേ കാര്യം കൊണ്ട് അത് അതേ ഇതിന്റെ ഇടയിൽ കുടുങ്ങിയ പറ്റൂല. പിന്നെ ആദ്യം മാറ് കിട്ടില്ല. അതിന്റെ അടിയിലേക്ക് പോണു, മരത്തിന്റെ അടിയിലേക്ക് പോണു. വിട്. അച്ഛത്തേരും പൊന്നെ, അച്ഛത്തേരും കേട്ടാ, അച്ഛത്തേരും പൊന്നെ, അച്ഛത്തേരും കരയണ്ട, അച്ഛത്തേരും അതെ. ഇതൊക്കെയാ മീനെ നോക്ക്, അച്ഛത്തേരും പറഞ്ഞില്ലേ. വേം പിടിക്ക് ഗുഡായിട്ട് ചെയ്യ് വേഗം. വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം എല്ലാം മാറും. അങ്ങനെ പറയല്ല അച്ചു. റിലേടാ അതികൂടെ നല്ല കൊതർന്നുണ്ടേ, പതുക്കാണേ. മറ്റേ ഡ്രാഗ് എടുക്കട്ടെ, മലക്കട്ടെ. അത്ര നാളെ ഇല്ല ഈ മീൻ ബ്ലാഗ് എടുക്കും, നന്നായിട്ട് വല്ല ബ്ലാഗ് എടുക്കും. കൊടയല്ലേ അച്ഛമ്മോന് തരൂലേ പിടിക്കാൻ. അച്ഛൻ പേടിക്കണം എന്തുകൊണ്ടാ? ആ മരത്തിന്റെ ഇടയിലേക്ക് പോയതുകൊണ്ടാ. അത് പറയണ മനസ്സിലാക്കുക. അതിന്റെ ഇടയിൽ പോയാൽ കിട്ടൂല.
ഇത് കുറച്ച് വലുത് തന്നെയാണ്. അതിവിടെ ചൂണ്ട പൊക്കി പിടിക്കും മുടിക്ക്. അങ്ങനെ കുറേ നേരത്തെ മീൻ പിടുത്തത്തിന് ശേഷം ഞങ്ങൾ ആ മീനൊക്കെ കൊണ്ടുവന്ന് പല 3 മീനെ ഞങ്ങൾ പല ടൈപ്പിൽ മാരിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്ത് വട്ടത്തിൽ നിന്ന് കഴിക്കാൻ കേട്ടോ. അത് ഭയങ്കര നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് ഭയങ്കര രസമാണ്. നമ്മളിന്ന് പിടിച്ച ഫിഷ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കേശുക്കുട്ടനും ഫിഷിങ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഗൂഗിൾ പഠിപ്പിച്ച് കൊടുത്തതൊക്കെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ലുഡിക്ക് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ കൂടുതലും എന്താ പറയുക, ഗ്രാമപ്രദേശം പോലെ തന്നെയാണ്. അതുകൊണ്ട് ഓപ്പൺ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങൾ 2 കാറിലായിട്ടാണ് ഇറങ്ങിയത്. പിള്ളേരും ഞങ്ങൾ ഒരു കാറിൽ, അവർ 4 പേര് വേറൊരു കാറിൽ. അങ്ങനെയായിട്ടാണ് ഞങ്ങൾ ചില്ല് ചെയ്ത് കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യുന്നു കേട്ടോ. അതുപോലെ തന്നെ കേശുവിനെ ലുക്കാച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബോയ് ഫ്രണ്ട്സിനെയാണ് കൂടുതൽ അവൻ്റെ താളത്തിനകത്ത് കളിക്കാൻ ബോയ് ഫ്രണ്ട്സല്ലേ കൂടുതലും നല്ലത്. അതുകൊണ്ട് അവരെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അങ്ങനെ ബുദ്ധിക്ക കാണാൻ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ പോണ വഴികളൊക്കെ ഇതാണ് കേട്ടോ. ഇവിടുത്തെ ആംബുലൻസ് കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ള ആംബുലൻസ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വീഡിയോ എടുത്തത്. പിന്നെ ഈ സമയത്ത് ഇഷ്ടം പോലെ കാരവാൻ കണ്ടോ. കാറിൽ നമുക്ക് ടൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാരവാനുകളും ഇഷ്ടം പോലെ ഉണ്ടാവും. അഥവാ അല്ലാതെ നോർമൽ കാരവാനുകളും ഇഷ്ടം പോലെ കാണും കേട്ടോ. ഈ ഏരിയയൊക്കെ നോക്കി എന്ത് രസമാണ്. മൈതാനം പോലെ കിടക്കുന്നുണ്ടില്ലേ. ലേക്കിൻ്റെ സൈഡിലാണ് ഇതൊക്കെ. ഓട്ടമായതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കുറച്ചും കൂടിയും ഭംഗി കൂടുതൽ തോന്നിക്കുന്നത്. കാരണം പല ടൈപ്പ് ഇലകളും കൂടി ആയിട്ടേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുട്ടികൾക്ക് വെള്ളത്തിൽ ഇങ്ങനെ തെളിനീര് പോലെ വെള്ളം കിടക്കുന്ന കണ്ടിട്ട് കുട്ടികൾക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ഇതായിരുന്നു. ഇവിടെ ഉപ്സലയിലുള്ള ഇങ്ങനെ ക്ലിയർ വാട്ടർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഞാൻ ഗൂഗിളിൻ്റെ ഫോണിൽ സൂം ചെയ്ത് നോക്കണം. അപ്പുറത്തെ കരയിൽ എന്തൊട്ടൊക്കെയാണ് ഉള്ളതെന്ന്. ഹിറ്റാച്ചി അവിടെയാണ് കേട്ടോ ലക്ഷ്മി വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ കരയുടെ അപ്പുറത്ത് എന്തൊക്കെയുള്ളതെന്ന് ഗൂഗിളിൻ്റെ ഫോണിൽ ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി വീടുകളും ഒക്കെ ആയിട്ട് നല്ല സ്ഥലം. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെയും വേറെ സ്ഥലത്തേക്ക് പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയ പാർക്കുള്ള ഒരു ഏരിയയിലേക്ക് പോയി. അവിടെ പോയി കുട്ടികൾ കുറച്ച് നേരം കളിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പരദൂഷണം കൂശുമ്പോൾ പറഞ്ഞു ചുമ്മാ ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് കളിച്ച് ചിരിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒരേ വൈബുള്ള ആൾക്കാർ. അതായത് ഞങ്ങൾ 4 പേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് 4 പേരുടെയും ഞങ്ങളുടെ 4 ഫാമിലിയുടെയും ലക്ഷ്യം
ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരും കൂടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഓളായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഇവരിങ്ങനെ എപ്പോഴും ഫിഷിങ്ങിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവരെന്നാൽ ഒരു ദിവസം ഫിഷിങ്ങിന് പോട്ടെ, നമുക്ക് 4 പേർക്കും കൂടിയിട്ട് ഗേൾസ് ഓൺലി ട്രിപ്പ് പോകണം ഒരു സ്ഥലത്ത് എന്നൊക്കെ. പക്ഷേ ഈ പറഞ്ഞതിനൊക്കെ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലേ. പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യം ഒത്തു വന്നാൽ ഞങ്ങൾ ഡെഫിനറ്റായിട്ട് ഒരു ഗേൾസ് ട്രിപ്പ് പോകും. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ വീഡിയോസ് കണ്ടവർക്ക് ഇത് ഭയങ്കര നൊസ്റ്റാൾജിയ. കാരണം അതേപോലത്തെ യൂറോപ്പിനെ വർണ്ണിച്ച് ആളുടെ വീഡിയോസൊക്കെ ഇല്ല, അതേപോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ ഫുള്ള്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ വില്ല ഏരിയാസ് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, നമുക്ക് 4 പേർക്ക് ഇതേപോലെ അടുപ്പിച്ച് വില്ലകളിൽ ഒക്കെ താമസിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ എന്നൊക്കെ. അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം ഞങ്ങൾ 4 പേരും താമസിക്കുന്നത് 4 കമ്മ്യൂണിലാണ്, 4 സ്ഥലങ്ങളിലായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് വിഷ് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചു കേട്ടോ. കുറച്ച് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞങ്ങളവിടെ വന്ന് കുറച്ച് ഗെയിം പരിപാടികളൊക്കെ ചെയ്തു. കുറച്ച് സ്നാക്സ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഗൂഗിളിൻ്റെ കമ്പനിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. ചുമ്മാ ഗൂഗിളിന് കമ്പനിയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ലക്ഷ്മിയും രാഹുലൊന്നും അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഡേറ്റ്സിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതിൽ നിന്ന് കളിച്ചു. പിന്നെ ഇവർ മത്സരിച്ച്, കുട്ടികളെക്കാൾ മത്സരിച്ച് അച്ഛന്മാരായിരുന്നു ഗെയിം കളിക്കാൻ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡും ഫിഷ് ഗ്രില്ല് ചെയ്തതെല്ലാം കൂടിയിട്ട് ഞങ്ങൾ എല്ലാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ലക്ഷ്മിയുടെ വീട്ടിൽ പോയി. ഞങ്ങളുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾക്ക് 4 ഫാമിലിക്കും കൂടി ഒരുമിച്ച് ഒരു ട്രിപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു. എപ്പോഴും ക്ലോസ് ടു ഹാർട്ട് ഇരിക്കുന്ന ട്രിപ്പാണ്. ഹോപ്പ് യു എൻജോയ്.